മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ശ്വാസം വലിക്കേ ഇവിടൊക്കെ നിക്കലുണ്ടോ? അതെ, കഫക്കെട്ടുണ്ട് വയറിലേക്ക്. ആദ്യം നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തൊണ്ടയ്ക്കുള്ള പ്രശ്നം ഇവിടെ അപ്പൊ നമുക്ക് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് ഒരു സംശയം തോന്നി, അതുകൊണ്ട് ഞാൻ പറയണേ. പിന്നെ എക്കോ ടെസ്റ്റ് ഒന്ന് ചെയ്യാം കേട്ടോ. എക്കോ ടെസ്റ്റ് ചെയ്യാം. CT സ്കാൻ ഒന്ന് എടുത്തേക്കും കേട്ടോ. CT സ്കാൻ, MRI സ്കാനും കൂടി MRI സ്കാൻ ഉണ്ടെങ്കിലേ ഇപ്പം ഈ എൻഡോസ്കോപ്പിയും കൂടിയാണ് ചെയ്തേക്കും. ഡീറ്റെയിൽ അറിയാൻ പറ്റും. അപ്പം തൽക്കാലം നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല. ഈ ടെസ്റ്റൊക്കെ ചെയ്യാം. ഇവിടെ PP സ്കാനിങ് സെൻ്റർ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ. അതൊക്കെ പല ടെസ്റ്റുകളും റോങ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നല്ലോ, എൻ്റെ വിശ്വാസമല്ലേ അത്. എനിക്ക് വിശ്വാസം ആവണ്ടേ? നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയല്ല, അച്ഛനല്ലേ അത് അല്ലേ? അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം വെറുതെ ഈ മരുന്ന് വാരി പിടിച്ച് കഴിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ചെയ്തോളൂ. പുകവലിയൊക്കെ ഒന്ന് നിർത്തൂ കേട്ടോ. പുകവലിയൊക്കെ ഒന്ന് കുറയ്ക്കുക. മുമ്പ് വലിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ലങ്സിലൊക്കെ കഫം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആര് വന്നിട്ടുണ്ട്? അപ്പൊ ചെവി തിരി പ്രശ്നം അല്ലേ? അപ്പൊ ശരി എന്നാണ് കേട്ടോ. അല്ല, ഞാൻ ഒത്തിരി സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോ ജസ്റ്റ് എനിക്കൊരു 2 മിനിറ്റ്സ് മതി. പറ്റില്ല ഡോക്ടറെ. അതെ, ഒരു 2 മിനിറ്റ്സ് മതി. ഞങ്ങൾക്ക് അത്രയും സമയം മതി. ഒന്ന് പുറത്തിറങ്ങി. നിങ്ങളോടല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം പുറത്ത് താനിങ്ങോട്ട് വേണം. നിങ്ങൾ കുറച്ച് നേരം പുറത്ത് വെക്കൂ. അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു 10 മിനിറ്റ് പുറത്ത് വെക്കൂ. നമ്മുടെ സുഗത ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ശ്വാസ്ലിൻ 500. ഈ ശ്വാസമുട്ടന് ഉള്ളതാണേ. ശ്വാസ്ലിൻ 500 mg ആണ് സർ. താൻ 500 എന്നൊക്കെ പറയും, 150 പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പേഷ്യൻസിന് 150 തന്നെ അധികമാണ്. വെറുതെ നമ്മൾ ഹെവി ഡോസേജ് കൊടുത്തിട്ട് അവരുടെ ആരോഗ്യം നശിപ്പിക്കണം. സാർ, ഇത് നമ്മുടെ റിസർച്ച് ടീം ഒരുപാട് നാളത്തെ ശ്രമത്തിന് ശേഷം ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. അസുഖം മാറുമോ? മാറിയില്ലെങ്കിലും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ഡോക്ടർ. എന്നാലും പേഷ്യൻസേ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒരു നിമിഷം. നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്തു വെക്കൂ. നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതങ്ങ് മറന്നു. ഇനി നമുക്ക് എഴുതാമല്ലോ അല്ലേ? ഇതിപ്പോ ഈ ശ്വാസമുട്ടന് മാത്രം പറ്റുള്ളൂ.
ശ്വാസം മുട്ടെന്ന് ചോദിച്ചാൽ ഡോക്ടറെ ഈ മൂക്കടപ്പ് അനുബന്ധമാണല്ലോ ശ്വാസം മുട്ടൽ. ചെവി വേദനയുണ്ട്, തലവേദന. അപ്പോ അതിൽ നിന്നൊക്കെ ഉണ്ടാവണയാണല്ലോ. എല്ലാത്തിനും ഇത് കുഴപ്പമുണ്ടാവും. പിന്നെ ഡോക്ടർ ഇത് തുമ്മിലിന്റെ കുറച്ച് സാമ്പിൾസ് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ പിന്നെ ഇത് ഈ വയറിൻ ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? ഇത് നല്ലതാ. ഒരു മിഠായി കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആണ്. ഞാനേ എന്റെ ഡ്രൈവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാൻ വേണ്ടി അവന് അസുഖമില്ലെന്ന് എനിക്കറിയാം, എന്നാലും വയറുവേദനയെന്നും പറഞ്ഞു വരും. ഞാൻ ഈ സാധനം രണ്ടെണ്ണം കൊടുക്കും. പിറ്റേ ദിവസം തന്നെ ഈ മണ്ടൻ സാർ മരുന്ന് കഴിച്ചു എല്ലാം ക്ലിയർ ആയി, ഈ മരുന്ന് കഴിച്ചിട്ടേ ഇത് അതൊരു ശരി ഡോക്ടർ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ശ്വാസമുട്ട് അല്ലേ? നേരത്തെ മുതലുണ്ട്. ഇപ്പൊ ഒട്ടും വയ്യ, രാത്രി ഉറങ്ങുന്നില്ല. കഫക്കെട്ടിന്റെ ശല്യം ഉണ്ടോ? അതൊന്നുമില്ല. പുക വലിക്കാറുണ്ടോ? ഇല്ല. ഇത് ചില ഈ പാരമ്പര്യമായിട്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഞാനൊന്ന് മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഇത് ചോദിക്കാൻ വേണ്ടിയാണ്. വെയിറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്സ് ഒക്കെ ഒന്നും ചെയ്തുകൂടാ, വെയിറ്റ് ഒന്നും അങ്ങനെ എടുപ്പിക്കാറേ ഇല്ല. തിരുമ്പ ഒന്ന് വരും കേട്ടോ, വരും പിടിക്കും, ഇതൊന്ന് പിടിക്കും, പിന്നെ ഒന്ന് പിടിക്കും, താഴെ ഒന്ന് പിടിക്കും. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ പറ്റുമോ? ഈ ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തിരിഞ്ഞിരിക്കും, കുറച്ച് തിരിഞ്ഞിരിക്കും. ഞാൻ അദ്ദേഹത്തിന് കഫത്തിന്റെ ശല്യം നല്ലോണല്ലേ? അത് ചെയ്യാം. ഇത് ഇപ്പൊ പ്രഷറിന്റെ അല്ല പ്രോബ്ലം, ഈ കഫത്തിന്റെ ശല്യമാണ്, അലർജിക്കലാണ് അത്. അപ്പൊ ഞാൻ ഈ ശ്വാസം മുട്ടിനും അതേപോലെ തുമ്മലിനും വേണ്ടിയുള്ള ഒരു മെഡിസിൻ എഴുതുന്നുണ്ട് കേട്ടോ. 5 ദിവസത്തെ കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് പിന്നെ മതി. ഇവിടെ മൊയ്തു മെഡിക്കൽസ് കേട്ടോ. ശരി അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം. ഇതിലേ നിങ്ങൾ ഒരു ടെസ്റ്റ്, ഒരു ചെസ്റ്റിന്റെ എക്സ്റേ ഒന്ന് എടുത്തോളൂ. സ്കാനിങ് ഒന്ന് ചെയ്യാം, ബ്ലഡും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ. എക്സ്റേ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല അത് പോരാ, ഇപ്പോഴത്തെ കണ്ടീഷൻ ഒന്ന് അറിയാം. അതും കൂടി ഒന്ന് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ഇതിവിടെ ചെയ്യാൻ പറ്റും. അല്ല, ഇതിവിടെ PP സ്കാൻസ് ഫ്രണ്ടിൽ അവിടെ കേട്ടോ. ഇനി വരുമ്പോഴേ ആ റിസൾട്ടായിട്ട് വന്നാൽ മതി.